ഓക്കെ, ഹലോ എവരി വൺ. എല്ലാവരും ഇപ്പോൾ തകർത്തിരുന്ന് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടാവും. AEC സബ്ജക്റ്റിൻ്റെ AECയുടെ അല്ലെങ്കിൽ ആ ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനെ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഓട്ടിച്ച് നോക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓർക്കുക, ഒരുപാട് AEC ഉണ്ട്, ഓരോന്നിനും അതിൻ്റേതായ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ കോഴ്സിൻ്റെ കോഡൊന്ന് മനസ്സിലാക്കിയിട്ട്, നിങ്ങൾ ഏത് AEC ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കോഡൊന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ കോഡ് ഇപ്പോൾ AEC 104 എന്നുള്ളതാണ്. അപ്പോൾ AEC ഇംഗ്ലീഷ് 104 യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഫസ്റ്റ് സെമസ്റ്റർ എന്നാണ് ഈ കോഡിൻ്റെ അർത്ഥം. കോഡൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊന്ന് കയറിയാൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് കാണാം. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് അയച്ചു തന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഉദ്ദേശിച്ചത് എന്താണെന്ന് പലർക്കും കാര്യം പിടി കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവസാന നിമിഷം ഞാനൊന്ന് പറയുന്നത്. വേറൊന്നുമില്ല, നിങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ബട്ട് നിങ്ങൾ പഠിച്ച കാര്യം എങ്ങനെയാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്നതിനെക്കുറിച്ചൊരു ഐഡിയ അവർ തരുന്നുണ്ട്. എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ 1 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കേണ്ടതാണ്. ടൈം പറയുന്നുണ്ട്. മാർക്ക് 28ആണ്. ഇത് കൃത്യം കാൽക്കുലേഷനാണ്. ഓക്കെ, നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെ റെലവൻസ് നോക്കിയിട്ട് കൃത്യം കാൽക്കുലേഷൻ വച്ചാണ് മാർക്ക് വരുന്നത്, സമയവും വരുന്നത് അതനുസരിച്ചാണ്. അതുകൊണ്ട് ഓരോ പരീക്ഷയ്ക്കും മാർക്കും സമയവും മാറിക്കൊണ്ടിരിക്കും, പഴയതുപോലെയല്ല. അവസാന നിമിഷം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് നോക്കാം പാർട്ട് എ. ഓക്കെ, പാർട്ട് എ എന്ന് പറയുന്നത് 4 മാർക്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. 1 മാർക്കിൻ്റെ പിന്നെ ഒരു ക്വസ്റ്റ്യൻ വീതം. ഓക്കെ, നമ്മൾ പണ്ടത്തെ ക്വസ്റ്റ്യൻ കാണുന്ന പോലെ 4x1 അതാണ് സാധനം. ഓക്കെ, ഇപ്പോൾ 4 ക്വസ്റ്റ്യൻ കാണും. ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ്. എക്സാമ്പിൾസ് വരെ തന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് പലരും ഇതായിരിക്കും അവരായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഒരു ഉദാഹരണമാണ് തന്നേക്കുന്നത്. ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ മിനിറ്റ്. എന്നിട്ട് ഇവിടെ ഈ കൊഗ്നിറ്റീവ് ലെവൽ തന്നിട്ടുണ്ട്. വെറുതെ എന്തോ തോന്നിയ ദിവസം പറഞ്ഞിരിക്കുകയാണെന്ന് വിചാരിക്കരുത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കി, കൊഗ്നിറ്റീവ് ലെവൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ റിമെമ്പർ എന്നും അടുത്ത 2 ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് എന്നാണ് തന്നേക്കുന്നത്. അതായത് നിങ്ങൾക്ക് പഠിച്ച കാര്യം ഓർമ്മിക്കാനുള്ള കഴിവാണ് ഇവിടെ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഭാഷയിൽ എഴുതുന്നുണ്ടോ എന്നാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ 1 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അതിൽ 2 ക്വസ്റ്റ്യൻ കൊണ്ട് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്, പഠിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ. ചില കാര്യങ്ങളുണ്ടല്ലോ പ്രത്യേക വാക്ക്. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ നോക്കിയേ, മിനിറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ക്ലോക്കിൻ്റെ അകത്തുള്ളൊരു സാധനമല്ലേ, അല്ലെങ്കിൽ സമയത്തിൻ്റെ ഒരു ഭാഗമല്ലേ എന്ന് പെട്ടെന്ന് നമുക്ക് ചിന്തിക്കും. അതല്ല, ബിസിനസ് കമ്മ്യൂണിക്കേഷനകത്ത് അതിന് വേറെ അർത്ഥമുണ്ട് അല്ലേ. റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്നതിന് അതിൻ്റേതായ പ്രത്യേക അർത്ഥമുണ്ട്. അങ്ങനെ പഠിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റിമെമ്പർ എന്ന് പറയുന്ന കൊഗ്നിറ്റീവ് ലെവലിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ 1 മാർക്കിന് എന്ത് പ്രതീക്ഷിക്കാം, അങ്ങനത്തെ 2 ചോദ്യം ഉറപ്പായിട്ടും കാണും. അതുപോലെ നമ്മുടെ മനസ്സിലാക്കാനുള്ള കഴിവ്. അപ്പോൾ വാട്ട് ഈസ് എ മെറ്റഫർ എന്ന് പറഞ്ഞ് നമ്മുടെ സ്വന്തം ഭാഷയിൽ എഴുതാൻ പറ്റണം. നമുക്ക് സ്വന്തം ഭാഷ, നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ തക്കതായിട്ട് നമ്മുടെ സ്വന്തം ഭാഷയിൽ എഴുതാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ ഈ കൊഗ്നിറ്റീവ് ലെവലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതൊന്നും മനസ്സിലാക്കുക. പിന്നെ കാണുന്ന ഈ കോഴ്സ് ഔട്ട്കം എവിടെ ഉണ്ട്, നിങ്ങളുടെ സിലബസിലുണ്ട്, നോക്കുക. അതായത് നിങ്ങളുടെ കോഴ്സ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ നേടാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അതിനെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സിലബസിൻ്റെ അകത്ത്. അപ്പോൾ ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 2ാമത്തെയും 3ാമത്തെയും ഔട്ട്കമാണ് ഈ ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ കൊണ്ട് നേടിയോ എന്ന് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെയാണ് മനസ്സിലാക്കി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ട് എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഇത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കി തരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ AECയുടെ ഫസ്റ്റ് പാർട്ട് അങ്ങനെയാണ്. 1 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ കാണും. 5 മിനിറ്റാണ് അവിടെ അലോ ചെയ്യുന്ന ടൈം. പിന്നെ പാർട്ട് ബി 8 മാർക്കിനാണ്. ഓക്കെ, 8 മാർക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ കാണും, അവിടെയും വൺസ് അഗെയിൻ 4 ക്വസ്റ്റ്യൻ കാണും. നോക്കിയടാ, ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് പറയുന്നുണ്ട്, കൊഗ്നിറ്റീവ് ലെവൽ പറയുന്നുണ്ട്. ആദ്യത്തെ 2 ക്വസ്റ്റ്യനും നമുക്ക് മനസ്സിലായോ എന്നുള്ളത് തന്നെയാണ് അവിടെ നോക്കുന്നത്. കാര്യം മനസ്സിലായോ, പഠിച്ച കാര്യം മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ 2 ചോദ്യം വരുന്നതെങ്കിൽ അവസാനത്തെ 2 ചോദ്യം നോക്കി, അവസാനത്തെ മീൻസ് പാർട്ട് ബിയിലെ അവസാനത്തെ 2 ചോദ്യം പഠിച്ച കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഉദാഹരണം അവർ തന്നെ തന്നിട്ടുണ്ട്. ഹൗ ഡു മൈക്ക് ക്രിയേറ്റ് വെൽത്ത് ഇൻ ഡേവ് നിക്സൺസ് എ ഷോർട്ട് സ്റ്റോറി അബൌട്ട് വെൽത്ത് ക്രിയേഷൻ. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഷോർട്ട് സ്റ്റോറി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഷോർട്ട് സ്റ്റോറിക്കകത്ത് നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങളുടെ ഭാഷയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, മനസ്സിലായില്ലേ. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ, നിങ്ങൾ ഇവിടെ വായിച്ച കാര്യം തന്നെ അതിനെ റീക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഭാഷയിൽ. ആ ആപ്ലിക്കേഷൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്നാണ് ആ 2 ചോദ്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ വീണ്ടും ഓർക്കുക, പാർട്ട് ബിക്കകത്ത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 4 വരുമ്പോൾ
രണ്ടെണ്ണം വൺസ് അഗെയിൻ നിങ്ങൾ പഠിച്ചത് കാര്യം മനസ്സിലായോ എന്ന് തന്നെയാണ് നോക്കുന്നത്. കണ്ടില്ലേ, എക്സ്പ്ലെയിൻ അപ്പോൾ ആൻഡ് ഡൗൺ. ഇത് പഠിച്ച കാര്യമാണ്, പഠിച്ച കാര്യം മനസ്സിലായോ, അത് മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കഴിവ് തന്നെയാണ് നോക്കുന്നത്. പക്ഷേ അവസാനത്തെ 2 ക്വസ്റ്റ്യൻ എന്താണ് നോക്കുന്നത്? അത് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ്. ഓക്കെ, ഇനി പാർട്ട് സി 16 മാർക്കിനാണ്. ഓക്കെ, 16 മാർക്ക് മീൻസ് 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യനാണ് വരുന്നത്. ഓക്കേടാ, അവിടെ കുറച്ചും കൂടെ ഒന്ന് ഹയർ ലെവലിലേക്ക് പോവാണ്. അപ്ലൈ ചെയ്യാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്ലൈ ചെയ്യുക മീൻസ് നേരത്തെ പറഞ്ഞ പോലെ പഠിച്ച കാര്യം നിങ്ങളുടേതായ രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി രണ്ടാമത്തെ ഓക്കെ അനലൈസാണ്. അനലൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കിമ്മിങ്, സ്കാനിങ്. അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് ഈ പറഞ്ഞ ഡിഫറൻസ് പോലത്തെ സാധനങ്ങളൊക്കെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക, അതൊക്കെയാണ് അനലൈസ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് നോക്കുന്നതാണ് 4 മാർക്കിൻ്റെ അല്ലേ 4 മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരിക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇവാലുവേഷനുള്ള കഴിവായിരിക്കും നോക്കുന്നത്. അക്സസ് ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ബിസിനസ് മാൻ റിഫ്ലക്ട്. ഇവാലുവേറ്റ് മീൻസ് നിങ്ങൾ ഇവിടെ വായിച്ച സാധനം തന്നെയാണ്. നിങ്ങളുടെ മുമ്പിൽ അവർ പ്രസൻറ്റ് ചെയ്ത സാധനം, നിങ്ങൾക്ക് വായിക്കാൻ തന്ന സാധനത്തിനെ നിങ്ങളെങ്ങനെ വിലയിരുത്തുന്നു, മനസ്സിലായില്ലേ? അപ്ലൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് വ്യത്യാസമുണ്ട്. ഇവിടെ അവർ നോക്കുന്ന എന്താണ്? നിങ്ങൾ പഠിച്ച കാര്യം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു. ഇത് നിങ്ങൾ പഠിച്ച 2 കാര്യങ്ങൾക്കിടയിൽ നിങ്ങളെങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യുന്നു. ഇത് നിങ്ങളെങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അവർ അവതരിച്ച കാര്യത്തിന് നിങ്ങളെങ്ങനെ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഒരു പരീക്ഷ ഒരു ടീച്ചർ വാലുവേറ്റ് ചെയ്യും പോലെ, മനസ്സിലായില്ലേ? ഒരു പരീക്ഷ പേപ്പർ നോക്കും പോലെ നിങ്ങളെങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അവസാനത്തെ ഒരു കോഗ്നിറ്റീവ് ലെവലാണ് ക്രിയേറ്റ് എന്ന് പറയുന്നത്. അപ്പം അവസാനത്തെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനുള്ളതായിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് എഴുതാനുള്ള ഒന്നായിരിക്കും. നോക്കിയടാ, ഇമാജിൻ യു ആർ അപ്ലൈയിങ് ഫോർ എ പോസ്റ്റ് ഇൻ എ കമ്പനി, ക്രിയേറ്റ് എ CV ഹൈലൈറ്റിംഗ് റെലവൻറ്റ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. ഇതുപോലെ നിങ്ങൾക്ക് പഠിച്ച ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പഠിച്ച കാര്യമൊന്നുമല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും ഇവിടെ കാണുന്നത്, 4 മാർക്കിൻ്റെ അവസാനം കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതാ നോക്കി, കണ്ടില്ലേ? ഇങ്ങനെ വരണമെന്നുള്ളത് നിർബന്ധമാണ്. നമ്മുടെ പെഡാഗോജിക്കൽ അപ്രോച്ചിൻ്റെ അകത്ത് അത് നിർബന്ധമാണ് എന്നുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ വേർതിരിച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, വെയിറ്റേജ് കൊടുക്കുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് എന്തിനാണ് ഇവിടെ? അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ പഠിച്ച കാര്യം പ്രയോജനപ്പെടുത്തുന്നതിന്. ഓക്കെ, പഠിച്ച കാര്യം പ്രയോജനപ്പെടുത്താനുള്ള നിങ്ങളുടെ കഴിവിനാണ് ഇമ്പോർട്ടൻസ്. തൊട്ട് താഴത്തെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായോ എന്നുള്ളതിനാണ്. അത് കഴിഞ്ഞാൽ അനലൈസ് ചെയ്യുന്നതിനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനും ക്രിയേറ്റ് ചെയ്യുന്നതിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. റിമെമ്പർ ചെയ്യുന്നതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാണാതെ പഠിച്ച് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ അധികം കാണത്തില്ല, ബട്ട് ഉണ്ട് താനും. 2 മാർക്കിനുള്ളതേ ഉള്ളൂ, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് അവരുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു ധാരണ മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ, പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കാണാതെ പഠിച്ച് എല്ലാം എഴുതാൻ ഒന്നും വിചാരിച്ച് കളയരുത്. ഇതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇനിയും സംശയങ്ങൾ കാണില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്തുണ്ടെങ്കിലും ചോദിക്കുക, നമ്മൾ പറ്റുന്ന അത്രയും നേരത്തെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും, പേടിക്കേണ്ട. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു, പലരും ചോദിച്ച ചോദ്യമാണ് ഓപ്ഷൻസ് കാണുമോ എന്നുള്ളത്. ഓക്കെ, അവരിവിടെ വ്യക്തമായി പറയുന്നുണ്ട്. പാർട്ട് എ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് ബി 2 മാർക്കിൻ്റെത് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ പാർട്ട് സി എത്തുമ്പോൾ അവരെന്ത് തരും? ചൂസിങ് എമംഗ് ഓപ്ഷൻ വിത്തിൻ ഈച്ച് ക്വസ്റ്റ്യൻ. അതായത് ഇത് തന്നെയായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്ലൈ തന്നെയായിരിക്കും. അപ്ലൈ ചെയ്യാനുള്ള 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് നടുക്കിലൊരു ഓറ് കാണും. ഇതല്ലെങ്കിൽ അത് എഴുതിയാൽ മതി. 10ാമത്തെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാനുള്ളത് തന്നെയായിരിക്കും. പക്ഷേ അത് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ട് ആ 2 ക്വസ്റ്റ്യൻ ഏതിലൊന്നും എഴുതിയാൽ മതി. അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 10 എന്ന് വരത്തില്ല, മനസ്സിലായില്ലേ? 9ൻ്റെ അകത്ത് തന്നെ 2 ക്വസ്റ്റ്യൻ തന്നിട്ട് ഓറ് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അതൊരു മനസ്സിലുണ്ടാവട്ടെ. ഇതേപോലെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കഴിയുന്നത് ഇട്ടേക്കാം. ഈസി വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. കാര്യം എല്ലാ ഈസിയും ഏതാണ്ട് ഇതേ മോഡലിലാണ് വരുന്നത്. സബ്ജക്റ്റുകൾ മാത്രമേ മാറുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമ്മൾ മറുപടി തരുന്നതായിരിക്കും. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ.